അങ്ങനെ ആ മൃഗീയ തൃഷ്ണ തലയിൽ കയറിക്കഴിഞ്ഞാൽ പണത്തിനോടാണ് തൃഷ്ണ വരുന്നതെങ്കിൽ പണത്തിന് വേണ്ടി മറ്റൊരാളെ കൊല്ലാൻ നമ്മൾ മടിക്കില്ല. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ വെടിവെച്ച് കൊല്ലണം. അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കൗരവന്മാര് സ്വന്തം അച്ഛന്റെ സഹോദരന്മാരെ കൊല്ലണം. ഒരു കൈകേയി ഭർത്താവിനെ കൊല്ലണം. ആ രാവണൻ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, അടക്കാൻ വയ്യാത്തൊരു മൃഗീയ തൃഷ്ണ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അധികാര തൃഷ്ണ ഉള്ളിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി പലരെയും കൊല്ലേണ്ടതുണ്ട്. ലോകത്തിലെന്നും ഇത് നടന്നുകൊണ്ടിരിക്കും. ഇതുപോലെ മനുഷ്യൻ തന്റെ കഴിവിന് വേണ്ടി ഒരു പെരുന്തച്ഛന് സ്വന്തം മകനെ കൊല്ലേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു വിചാരം, മൃഗീയ തൃഷ്ണയാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് പറയാണ്. ഇങ്ങനെ കാമത്തിന് വേണ്ടി, അറിവിന്റെ പേരിൽ തന്റെ അറിവ് വേറൊരാൾക്കും ഉണ്ടാവരുതെന്ന് കരുതി കൊല്ലുന്നവരുണ്ട്, നശിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യത്തിലും മൃഗീയ തൃഷ്ണ ഉള്ളവരുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും തൃഷ്ണ. ഒരമ്മായിയമ്മ മകളെ ചുട്ടുകൊല്ലുന്നതും, ഒരു മരുമകള് അമ്മായിയമ്മയെ കൊല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രാവണന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കണം. എന്തോ തനിക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ആസക്തി കൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന ഒരാളെ നമുക്ക് വേദനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം രാവണനെ രാവണൻ എന്നുള്ള പേര് വെച്ചത്. രാവണൻ എന്നുള്ള ശബ്ദത്തിന് ശരിക്കുള്ള അർത്ഥം മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടും സുഖത്തെ അനുഭവിക്കാൻ വേണ്ടി സുഖങ്ങളെ കാർന്നെടുക്കുന്നവൻ, കവർന്നെടുക്കുന്നവൻ അർത്ഥം. അവൻ പ്രകൃതിയെ വേദനിപ്പിക്കും, ചുറ്റുപാടിനെ വേദനിപ്പിക്കും, തന്റെ കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കും, സമൂഹത്തിനെ വേദനിപ്പിക്കും. 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും കാമതൃഷ്ണ വിട്ടുപോവാത്തവൻ 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യും. ഇതൊക്കെ നമ്മൾ പത്രത്തിലൂടെ ദിവസവും വായിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിലൊരു രാവണൻ, ഒരു മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അയാളുടെ തലകളുടെയൊക്കെ ശക്തി അതിലേക്കാണ് അയാൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുഭവിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരാളെ, ഈ ബലാത്സംഗങ്ങളൊക്കെ അങ്ങനെയല്ലേ വരുന്നത്, കൊലപാതകങ്ങളൊക്കെ അങ്ങനെയല്ലേ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയല്ലേ, മതപരമായ കൊലപാതകങ്ങൾ അങ്ങനെയല്ലേ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഉള്ളിലൊരു രാവണനാണ്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും ആ സംസ്കാരം. അതേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഓരോ സംസ്കാരം, ചിലർ കാമത്തിലായിരിക്കും, ചിലർ അർത്ഥത്തിലായിരിക്കും, ചിലർ രാഷ്ട്രീയത്തിലായിരിക്കും, ചിലർക്ക് അധികാരത്തിലായിരിക്കും, ചിലർക്ക് അറിവിലായിരിക്കും. പല തലങ്ങളിലായതുകൊണ്ടായിരിക്കാം 10 തലകളെ സങ്കല്പിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. 10 തല എന്ന് പറഞ്ഞാൽ 10 വിധത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തർക്കും ആ ആസക്തി കൂടുതൽ. അതിനെ നേടിയെടുക്കാൻ മറ്റൊരാളെ അയാൾക്ക് വേദനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കണേ, ഈ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. രാവണൻ എന്ന് പറഞ്ഞാൽ തന്റെ സുഖത്തിനു വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്നവരൊക്കെ രാവണന്മാരാണ്. രവം ചെയ്ത് വേദനിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഖങ്ങളെ പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നവൻ. അവരെ സംബന്ധിച്ച് മറ്റൊരാളുടെ വേദന അവർക്ക് വിഷയമല്ല. ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പക്ഷെ ആ കുട്ടിയുടെ വേദന അയാൾക്കൊരു പ്രശ്നമല്ല. തന്റെ കാമം പൂർത്തീകരിക്കപ്പെടണം. ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടാലും അയാൾക്ക് പ്രശ്നമില്ല, തന്റെ കാര്യങ്ങൾ നടത്തണം. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗീയ സംസ്കാരത്തെ ആയിരിക്കണം രാമായണം രാവണൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കിയതെങ്കിൽ ഇന്നും രാവണന്മാര് ഉണ്ട്. എന്തിനേറെ നമ്മുടെ ഉള്ളിലും ചെറിയൊരു രാവണനൊക്കെ ഉണ്ട് എന്ന് പറയണം. ആ രാവണൻ മോഹിച്ചത് എന്താണ്? സീതയെ കവർന്നെടുക്കണം. അപ്പൊ അതിനാരെ കൂട്ടുപിടിക്കണം? മാരീചനെ. ചതിയിലൂടെ വേണം സുഖം അനുഭവിക്കാൻ. തനിക്ക് അർഹിക്കാത്തതെല്ലാം നേടിയെടുക്കാൻ മനുഷ്യനെന്നും ചതിപ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്.
അർഹതയുള്ളതിന്റെ പിന്നിൽ ഒരിക്കലും മനുഷ്യൻ ചതിപ്രയോഗം വേണ്ടി വരില്ല. എനിക്ക് അർഹത ഉണ്ടോ അത് കിട്ടിയിരിക്കും. അർഹതയില്ലാത്തത് നേടിയെടുക്കാനാണ് ചതിപ്രയോഗങ്ങൾ. ഈ രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾക്കത് കാണാം. കാമുക ബന്ധത്തിൽ നിങ്ങൾക്കത് കാണാം. ചതിച്ചുകൊണ്ട് കാര്യം നേടിയെടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ട് കാര്യം നേടിയെടുക്കുന്ന ഒരു സംസ്കാരം ലോകത്തിൽ എന്നും എന്നും എന്നുമുണ്ട്. ഒരു മാരീചനെ കാണിച്ചുകൊണ്ട് വേണം ഒരു രാവണന് സീതയെ അനുഭവിക്കാൻ, കവർന്നെടുക്കാൻ. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ മാരീചൻ എന്നാൽ ആകർഷിപ്പിച്ച് വഞ്ചിക്കുന്നതിന്റെ പ്രതീകവും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രൂപം കൊണ്ടും ആകർഷിച്ച് വഞ്ചിക്കുന്നതിന്റെ പ്രതീകവും, രാവണൻ എന്നാൽ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരാളിൽ നിന്നും സുഖം കവർന്നെടുക്കുന്നതിന്റെ പ്രതീകവുമാണ്. ആസക്തിയുടെ, തൃഷ്ണയുടെ പ്രതീകമാണ്. അങ്ങനെ മാരീച വേഷമൊക്കെ കെട്ടി അവിടെ വരുന്നു മാൻ. സീതയാണെങ്കിലോ മാനിനെ കണ്ടുകൊണ്ട് പറയാണ്, ഇതുവരെ ഇത്ര ഇണക്കമുള്ളൊരു മൃഗത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് സുന്ദരമാണ് രാമ. എനിക്ക് തോന്നുന്നു ഇതിനെ നമുക്ക് കിട്ടിയാൽ കളിപ്പാൻ സുഖമുണ്ട് എന്ന് തോന്നുന്നു. ഇതിനെ കിട്ടിയാൽ എനിക്ക് സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീത രാമനെ വിട്ട് ആരിലേക്ക് തിരിഞ്ഞു? മാനിലേക്ക് തിരിഞ്ഞു. നമ്മൾക്കൊക്കെ പറ്റിയ ചതി ഇതാണ്. പരമസുഖം തരാൻ സാധിക്കുന്ന രാമൻ കൂടെയുണ്ടായിട്ടും, ആത്മാവാകുന്ന രാമൻ കൂടെയുണ്ടായിട്ടും, ലോകമാകുന്ന മാൻ ചതിച്ചുകൊണ്ട് നമ്മളെ പല അനുഭവങ്ങളാകുന്ന രാവണന്റെ കൈകളിലേക്ക് വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ മൃഗീയമായ തൃഷ്ണങ്ങളെ കുത്തി നിറച്ചു. അങ്ങനെയാണ് ഓരോരുത്തരും മൃഗങ്ങളായി തീരുന്നത്. നമുക്ക് തോന്നുകയാണ് ഈ ലോകത്തെ നോക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള സുഖം കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ആഗ്രഹം കൊണ്ട് സഫലീകരിക്കാത്തത്. രാവണൻ എത്ര ഭക്തിമാരുണ്ടെന്നറിയോ? എത്രയോ ഭാര്യമാരുണ്ട്. എത്രയോ ആളുകളെ ബലാത്കാരേണ പെൺകുട്ടികളെ അയാള് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഇത്രയൊക്കെ കാമം അനുഭവിച്ചിട്ടും അയാളുടെ മനസ്സിൽ പറയുന്നില്ല, ഇതുകൊണ്ടൊന്നും മനുഷ്യ മനസ്സിന് തൃപ്തി വരുന്നില്ല എന്നല്ല പറയുന്നത്. ഇനിയും ഇനിയും അനുഭവിക്കൂ 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 എന്നാണ്. നോക്കണേ, യയാതിയും രാവണനും തമ്മിലൊരു വ്യത്യാസം ഇതാണ്. യയാതി 2-3 അനുഭവിച്ചപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അയാൾ ഉറക്കം വിളിച്ചു പറഞ്ഞു, ഇതുകൊണ്ടൊരിക്കലും മനുഷ്യ മനസ്സ് തൃപ്തമാവില്ല. എന്നാൽ രാവണനാണെങ്കിലോ അഴിച്ചുവിട്ട മനസ്സുകൊണ്ട് ഇനിയും 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 അനുഭവിച്ചാൽ തൃപ്തി വരും തൃപ്തി വരും തൃപ്തി വരും എന്ന് മനസ്സിനെ കൊണ്ട് പറഞ്ഞ് രാമനെ വിട്ട്, അയാൾക്ക് രാമനെയല്ല വേണ്ടത്, അയാൾക്ക് വേണ്ടത് സീതയാണ്. സീതയ്ക്കാണെങ്കിൽ ആരെയാണ് വേണ്ടത്? മാനിനെയാണ് വേണ്ടത്. ഇതൊക്കെ നല്ല പ്രതീകങ്ങളാണ്. നമ്മുടെ മനസ്സ് രാമനെ വിട്ടാൽ രാവണനിൽ എത്തിച്ചേരും. നമ്മുടെ മനസ്സ് രാമനെ വിട്ടാൽ രാവണനിൽ എത്തിച്ചേരും. പിന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ടു നടക്കുന്നത് മുഴുവൻ രാവണനായിരിക്കും, തൃഷ്ണകളായിരിക്കും, അടക്കാൻ വയ്യാത്ത തൃഷ്ണകളായിരിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രാവണനും നമ്മുടെ ഉള്ളിലുണ്ട്, രാമനും നമ്മുടെ ഉള്ളിലുണ്ട്, സീതയും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുക. നമ്മുടെ സീതയാകുന്ന മനസ്സ് ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുക. ഉത്തരം വളരെ വ്യക്ത. എന്താ ഉത്തരം? നമ്മുടെയൊക്കെ മനസ്സ് മിക്കവാറും രാവണന്റെ കയ്യിലാണ്. ഇനി രാവണന്റെ കയ്യിൽ നിന്നും രാമനിലേക്ക് ആരെ കൊണ്ടുപോകണം? അതിനൊരു സുന്ദരകാന്ഡം വേണം, അതിനൊരു ഹനുമാൻ സ്വാമി വേണം, എന്നാലേ അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. രാവണൻ സീത എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രാവണന്റെ 10 തല എന്ന് പറഞ്ഞാൽ അർത്ഥം പലവിധത്തിലുള്ള മോഹങ്ങൾ, തൃഷ്ണകൾ, കാമനകൾ, ആഗ്രഹങ്ങൾ, അതിലേക്കൊക്കെ മനസ്സ് വ്യാപരിച്ച് ദശമുഖൻ. ആ പേര് തന്നെ രസമാണ്. 10 വിഷയങ്ങളിലേക്ക് മുഖത്തെ തിരിച്ചു വെച്ചവനെയാണ് ദശമുഖൻ എന്ന് പറയാം. അയാളുടെ പേര് ദശമുഖൻ എന്നാണ്. അങ്ങനെയുള്ള ആ രാവണൻ, തൃഷ്ണകളാകുന്ന രാവണൻ സീതയാകുന്ന മനസ്സിനെ തന്റെ ഭോഗത്തിന് വേണ്ടി അപഹരിക്കുന്നു.
അതിന് കൂട്ടുപിടിക്കുന്നത് മാനിനെയാണ്. ആ മനസ്സെപ്പോഴാ വീണുപോയത്? രാമനിൽ രമിക്കുന്നതിനേക്കാൾ സുഖം കളിപ്പാൻ അതിസുഖമുണ്ടെന്നു തോന്നുന്നു എന്നാണ്. ഈ മാനിനെ കിട്ടിയാൽ എനിക്ക് കൂടുതൽ സുഖമുണ്ടെന്ന് തോന്നുകയാണ്. അപ്പൊ നമ്മുടെ ആത്മസുഖത്തെ വിട്ട് ബാഹ്യമായ സുഖങ്ങളിൽ സുഖമുണ്ട് എന്ന് തോന്നുന്ന മനസ്സിനെ രാവണന് അപഹരിക്കാൻ എളുപ്പം സാധിക്കും. നോക്കണേ, സീതയെ നിങ്ങളൊന്ന് അവലോകനം ചെയ്യൂ. കൊട്ടാരത്തിലെ സുഖം, രാമനില്ലാത്ത സുഖം സുഖമല്ലെന്ന് പറഞ്ഞ സീത, തനിക്ക് കൊട്ടാരത്തിലെ, അയോധ്യയിലെ കൊട്ടാരത്തിലെ സർവ്വസുഖങ്ങളും സുഖമല്ല, അത് നരകതുല്യമാണ്. രാമൻ കാട്ടിലാണെങ്കിൽ രാമന്റെ കൂടെ എവിടെ ഇരുന്നാലും അത് തന്നെയാണ് വലിയ സുഖമെന്ന് പറഞ്ഞ സീത ഇപ്പോ രാമനേക്കാൾ സുഖം മാനിലാണെന്ന് പറഞ്ഞു പറയാണ്. ഇതാണ് മനസ്സിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആധ്യാത്മികമായി നല്ലവണ്ണം കാര്യം മനസ്സിലാക്കി ജീവിച്ചാൽ പോലും പഴയ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും അതിനെ പലതരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ സിദ്ധികളൊക്കെ വരുന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ അവലോകനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും പണത്തിന് വേണ്ടി, വീണ്ടും കാമത്തിന് വേണ്ടി പലതിൻ്റെയും പിന്നാലെ മനുഷ്യൻ ഓടിപ്പോവും. ഈ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഉത്തിഷ്ഠതാ ജാഗ്രത, വീണ്ടും 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 എന്ത് ചെയ്യണം? ജാഗ്രതയോടെ നിലനിർത്തണം. രാമനിൽ രമിക്കുന്നതിനേക്കാൾ വലിയ സുഖം മറ്റൊന്നിലും രമിക്കുന്നതിൽ ഇല്ല എന്ന് പറയുമ്പോഴല്ലോ, ഒന്നും ഉപേക്ഷിക്കാനല്ല ശാസ്ത്രം പറയുന്നത്. എല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ രമിക്കുന്നത് എന്നിലെ രാമനിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പോയാലും എനിക്ക് യാതൊരു ദുഃഖവുമില്ല. അതെങ്ങനെ അറിയാം നമ്മൾ രാമനിൽ രമിക്കുന്നുണ്ടോ എന്നുള്ളത്? ഇപ്പോ നമുക്ക് എന്തെല്ലാം സുഖം തരുന്നുണ്ടോ ആ സുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക. ഒരു പണവും ഇല്ലാതെ നിങ്ങളെ റോട്ടിലേക്ക് ഇറക്കി, വീടില്ലാതെ നിങ്ങളെ റോട്ടിലേക്ക് ഇറക്കി, നിങ്ങൾ കരയുമോ? നിങ്ങൾ തളരുമോ? എങ്കിൽ ഇപ്പം ഞാനും നിങ്ങളൊക്കെ രാമന്റെ പിന്നാലെയല്ലല്ലോ, മാനിന്റെ പിന്നാലെയാണല്ലോ. അപ്പൊ മാൻ എപ്പോ നഷ്ടപ്പെടുന്നുവോ അപ്പൊ നമ്മൾ കരയുമെങ്കിൽ ഞാനും നിങ്ങളും രാമന്റെ കൂടെയല്ല, ഞാനും നിങ്ങളും മാനിന്റെ പിന്നാലെയാണ്, രാവണന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വയം സ്വയം ഉയരണം അതിന്നൊക്കെ. ഇപ്പോ ഉള്ള സൗകര്യങ്ങളിലല്ല ഞാൻ രമിക്കുന്നത്, അതുണ്ടെങ്കിലും സുഖം. അത് പറയാൻ ഇത്തിരി എളുപ്പമൊന്നല്ലേ? അതില്ലെങ്കിലും സുഖം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. പ്രായം വരുന്തോറും അതിനാണ് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്നത്. പ്രായം വരുന്തോറും ഒറ്റയ്ക്കൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ തീർത്ഥാടനത്തിനൊക്കെ പോവുക, 4 ദിവസമൊക്കെ അവിടെ നിന്ന് താമസിച്ച് നോക്കുക. അപ്പൊ അറിയാൻ പറ്റും എത്രത്തോളം സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത് തീർത്ഥാടനമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ബാഹ്യമായ വസ്തുക്കളോടും ആളുകളോടുമുള്ള ആസക്തി കുറച്ച്, അട്രാക്ഷൻ കുറച്ച്, കൂടുതൽ ആകർഷണവും ആസക്തിയും മയ്യാസക്തമനഃപാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ. കൂടുതൽ ആസക്തി ആരിലേക്ക് വരണം? ഈശ്വരനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് തീർത്ഥാടനം. ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ആളുകൾ ബദ്രീനാഥിൽ പോണ ദൈവത്തെ കാണാൻ പോയിട്ട് കാര്യമില്ല. ദൈവത്തെ കാണാൻ ബദ്രീനാഥിലൊന്നും പോണ്ട. ദൈവത്തെ കാണാൻ അവനിലേക്ക് തിരിയേണ്ടത്, അല്ലാതെ അവിടെ ഒരു ദൈവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോകരുത്. അതുപോലെ ഗംഗയിൽ കുളിച്ചാൽ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചു പോകരുത്. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും പോകുമ്പോഴും മനസ്സ് വളരെ ശാന്തതയിലും സ്വസ്ഥതയിലും അപ്പോഴും ആനന്ദത്തിലും ഇരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം, നാം മാനിനെ വിട്ട് രാമനെ പിടിക്കാൻ തുടങ്ങിയിരിക്കണമെന്ന്. അതല്ല, ഇപ്പോ നമ്മൾ കുറെ മാനിന്റെ കൂടെയാണ്. പൊന്മാനുകൾ കുറേയുണ്ട്, ഫ്ലാറ്റ് മാൻ, പിന്നെ ഭർത്താവ് മാൻ, ഭാര്യ മാൻ, മക്കൾ മാൻ, കുറെ മാനുകളുണ്ട്. ഹനുമാനില്ല. മനസ്സിലായില്ല? ഇങ്ങനെ കുറെ മാനുകളുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ. അവരൊക്കെയാണ് ഇപ്പൊ നമ്മളെങ്ങനെ പിടിച്ചു വെച്ചിരിക്കും. കൂട്ടത്തിലൊരു രാവണനും ഉണ്ട്.
അങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തെ ഇങ്ങനെ എത്തിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇതില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് പലർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്. നോക്കൂ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് സംഗതിയൊക്കെ അങ്ങോട്ട് പോയാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ്. സമ്പത്തുള്ളവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ഒരു മെന്റൽ രോഗിയാവുന്നത് അതുകൊണ്ടാണ്. ജോലി തന്നെ ജീവിതം എന്ന് കരുതി ആ മാനിനെ പിടിച്ചവൻ പെട്ടെന്ന് അത് പോകുമ്പോ, അത് നഷ്ടപ്പെടുമ്പോ ഭ്രാന്തനാവുന്നു. ഇനിയിപ്പോ സീത ഭ്രാന്തത്തെയാവുന്ന കാണാം നിങ്ങൾക്ക്. ലക്ഷ്മണനോട് പറയാൻ പാടില്ലാത്തൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭ്രാന്ത് വരുന്നത് അതുകൊണ്ടാണത്. ഇതൊക്കെ വളരെ മനസ്സിലാവുന്നില്ലേ? അപ്പൊ മാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് രാമനിൽ നിന്നും ആകർഷിച്ച് ശ്രദ്ധ രാവണനിലേക്ക് നയിക്കുന്നതാണ് ആര്? മാൻ എന്ന് പറയുന്നത്. അടക്കാൻ വയ്യാത്ത തൃഷ്ണകളിലേക്ക്, ഭൗതിക മോഹങ്ങളിലേക്ക്, ലൗകിക ജീവിത സുഖ സൗകര്യങ്ങളിലേക്ക് തിരിക്കുന്നതാണ് മാനിന്റെ പ്രത്യേകത. ഇപ്പൊ കല്യാണത്തിനൊക്കെ അങ്ങനെയാണ് മാനിന്റെ വേഷം കിട്ടുന്നത്. ധാരാളം പൊന്നും പൊന്നിന്റെ നിറത്തിൽ സാരിയും പൊന്നിന്റെ കസവ് മുണ്ടും എല്ലാം ധരിക്കുന്നത് എന്തിനാണ്? ഒരു മാൻ വേറൊരു മാനിനെ, രണ്ട് മാനുകളും ആകർഷിക്കുകയാണ്. രാവണന്മാർ കുറെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്ന് ആകർഷിച്ച് രാമനിൽ നിന്നും ക്രമേണ 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 നമ്മളെ അകറ്റി അകറ്റി കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നു, തന്റെ ഭർത്താവിനെ മാനിന്റെ പിന്നാലെ പറഞ്ഞയച്ചു. ആത്മാരാമനായ ഭഗവാനെ തന്നിൽ നിന്നും അകറ്റി നിർത്തി. ആര്? സീത. മനസ്സിലായില്ലേ? മനസ്സ് ആത്മാരാമനായ ഭഗവാനെ അകറ്റി നിർത്തുമ്പോ ഭൗതികങ്ങളായ കാര്യങ്ങൾ രാവണന്മാർ ഇതിനെ പിടികൂടും. രണ്ട് കാര്യങ്ങൾ നോക്കണേ. ഒന്ന്, രാമനെ അകറ്റുക. രണ്ട്, രാവണനാൽ അപഹരിക്കപ്പെടുക. ഇത് രണ്ടും വളരെ വളരെ പ്രധാനമാണ്. ഒന്ന്, രാമനെ അകറ്റിവെക്കുക, ഇതിനെയാണ് ആവരണം എന്ന് പറയുക. രണ്ട്, രാവണനാൽ അപഹരിക്കപ്പെടുക, ഇതാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ആവരണവും വിക്ഷേപവും. ഇത് രണ്ടും ആരെയാണ് ബാധിക്കുന്നത്? ആത്മാവിനെയല്ല ബാധിക്കുന്നത്, മനസ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയും, മനയേവ മനുഷ്യാണാം ബന്ധമോക്ഷയോഹോ കാരണം. ബന്ധനം ഉണ്ടാക്കുന്നതും ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നതും മനസ്സാണ്. നമുക്ക് മോക്ഷം കൈവരിപ്പിച്ചു തരുന്നതും മനസ്സ് തന്നെയാണ്. ഭഗവാൻ കപിലന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയണു, അമ്മേ, ഈ ചിത്തമുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, ഈ ചിത്തത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ ചിത്തത്തിന് ആത്മരതി വരുത്താൻ സാധിക്കും. കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടത് എന്തിനെയാണ്? ചിത്തത്തെയാണ്, മനസ്സിനെയാണ്. ചിത്തം എന്നുള്ള വാക്കിൽ നിന്നാണ് ചിത എന്നുള്ള വാക്ക് വന്നത്. ചിത എന്ന് പറഞ്ഞാൽ ശവം കൊണ്ടുവയ്ക്കുന്നത് ചിതയിലാണ്, കത്തിയെരിയുന്നതിനെ. അപ്പം ചിത്തം രാവണന്റെ കൈകളിലായാൽ ഒരു സീതയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അശോകവനിയിൽ ചിതയിൽ വെച്ചതുപോലെയാണ്. എന്നും കത്തിയെരിയാൻ, വേദനയും ദുഃഖങ്ങളും വിഷമങ്ങളുമായി ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. രാവണന്റെ കൈകളിലിരിക്കുന്ന മനസ്സെല്ലാം ചിതകളിലാണ്. ചിത്തത്തിന് മറ്റൊരർത്ഥമുണ്ട്, ചിത് എന്നൊരർത്ഥമുണ്ട്. ചിത് എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. എപ്പോ ചിത്തം രാമന്റെ കയ്യിലായോ അപ്പോ സച്ചിത് ആനന്ദം. എന്ത് കൈവരിക്കാൻ സാധിക്കും? ആനന്ദത്തെ തരാനും സാധിക്കും. ഇതാണ് ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നതിനേക്കാൾ വിഷമവും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ കാരണം നമ്മുടെ മനസ്സ് രാവണന്റെ അധീനതയിലാണ്. ഇനി അതിനെ ക്രമേണ ക്രമേണ രാമന്റെ അധീനതയിലേക്ക് വന്നാൽ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ചിത്തം ചിത് ആയിത്തീരും, ആനന്ദമായിത്തീരും. ക്ലിയർ ആവേണ്ടതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു കഥയായിട്ട് നിങ്ങൾ തിരിച്ചെടുക്കൂ. രാമായണം അത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെ പറഞ്ഞ് സീതയോട് രാമൻ പറഞ്ഞു, നിനക്കത്ര മോഹാണെങ്കിൽ ഞാൻ പിടിച്ചു കൊണ്ടുവരാമെന്ന്. ആ സമയത്ത് ലക്ഷ്മണനായിരിക്കുന്ന ബുദ്ധി
ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ശ്രീരാമ, ഇത് സാധാരണ മാനല്ല. ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഇത് രാക്ഷസന്മാര് തന്നെയാണ്, വേഷം കെട്ടി വന്നിരിക്കുന്നതാണ്. അങ്ങ് പോവേണ്ടതില്ല. ഒരിക്കലും ഇങ്ങനൊരു മാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. ഇന്നാണ് ഇതിനാദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് രാക്ഷസൻ വേഷം കെട്ടി വന്നിരിക്കുന്നതാണെന്ന് ലക്ഷ്മണൻ ശ്രീരാമനെ ഓർമ്മിപ്പിച്ചുവെങ്കിലും ശ്രീരാമസ്വാമി പറയുന്നത്, നീയൊരു കാര്യം ചെയ്യൂ, എത്രയും വേഗം അവളെ സൂക്ഷിച്ചാൽ മതി എന്നാണ്. അപ്പൊ ലക്ഷ്മണനോട് സീതയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് രാമൻ മാനിന്റെ പിന്നാലെ പോയി. അതാണെങ്കിലോ പിടിക്കാൻ കെട്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പത് പോയി.